വിശ്വാസികളുടെ സംഭവം ഏകദേശം 2000 മുതൽ ഈ 2018 വരെ 18 വർഷക്കാലമായിട്ട് ഞാൻ സുവിശേഷ ശുശ്രൂഷ വേദിയിലാണ്. കൂടുതൽ സമയവും സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് സമയം ചെലവഴിച്ചത്. അപ്പോൾ സുവിശേഷം കേൾക്കുന്ന ആളുകളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കേട്ട് അവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കാനും ബാക്കിയുള്ള സമയം ചെലവഴിച്ചു. അപ്പോൾ അതിന് ശേഷമുള്ള സമയമാണ് ഈ പെരുന്നാളിനും അതുപോലെ ശവടക്ക കല്യാണം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഞാൻ പോകാറ്. ഇപ്പോൾ അതെല്ലാം വീണ്ടും ഞാനിപ്പോൾ അതെല്ലാം തന്നെ ഇനിയും പൂർണ്ണമായിട്ട് ഒഴിവാക്കി സുവിശേഷം മാത്രമായിട്ട് ശുശ്രൂഷിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സുവിശേഷ ശുശ്രൂഷ മാത്രം, അത്യാവശ്യ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം സുവിശേഷ ശുശ്രൂഷ മാത്രം. അപ്പോൾ ഈ സുവിശേഷം നമ്മളിങ്ങനെ പറയാനും കേൾക്കാൻ തുടങ്ങിയൊരു കാലം ഒത്തിരിയ. കന്യാമറിയാമിൻ്റെ അടുക്കൽ വന്ന് ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ക്രമ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, കർത്താവ് നിന്നോട് കൂടെ. ഗബ്രിയേൽ മാല പറഞ്ഞാണ്. കന്യാമറിയാമിനോട് ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞ വാക്യം ഏതാണെന്ന് അറിയണമെങ്കിൽ ഏത് തുറക്കേണ്ടി വരും? വേദപുസ്തകം തുറക്കേണ്ടി വരും. അത് നമുക്ക് തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്യലാ? അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, കർത്താവ് നിന്നോട് കൂടെ. ബാക്കി എന്താണ്? ബാക്കി വായിച്ച്. അപ്പോൾ ബാക്കി കേട്ടോണം. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരം അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറഞ്ഞത് ആരാ? ആ എലിസബത്ത് കന്യാമറിയാമിനോട് പറഞ്ഞ വാക്കാണ്. അത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞതല്ല. അപ്പോൾ നമുക്കത് വായിക്കാം. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അപ്പൊ പ്രിയമുള്ളവരെ, കൃപ ലഭിച്ച ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ദാനം എന്താണെന്നറിയോ? ദൈവവചനം, മാംസം ധരിക്കാനുള്ള കൃപ. ദൈവവചനം എന്ത് ചെയ്യും? മാംസം ധരിക്കും ആ ജീവിതത്തിൽ. അതാണ് ദൈവകൃപ ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ നമുക്കൊക്കെ വേണ്ടത് സുവിശേഷ വചനം ജീവിതത്തിൽ മാംസമായി തീരാനുള്ള കൃപ അഥവാ അഭിഷേകം, ശക്തി നമുക്ക് ലഭിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഇത് പക്ഷേ ഞാനിങ്ങനെ പല രാജ്യങ്ങളിലും ചെന്ന് സുവിശേഷം പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ഒരു അത്ഭുതകരമായ കാഴ്ച കാണാറുണ്ട്. എന്താണെന്നറിയോ? സുവിശേഷ പ്രസംഗം കൊണ്ട് തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ 4 വാക്യം പറഞ്ഞാൽ മതി, പ്രിയമുള്ള ഒരു 10 പേരെങ്കിലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞു. ഇവിടെ ഇപ്പം നിങ്ങൾ പറയും ചൂട് കൂടുതലായതുകൊണ്ടാണെന്ന് ചിലപ്പോൾ പറയും. എന്തായാലും സുവിശേഷ പ്രസംഗം തുടങ്ങി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, തൊണ്ടടുത്തോട്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ തൂങ്ങിയാടി നിങ്ങളുടെ ദേഹത്തോട്ട് എന്ത് ചെയ്യും? ആളുകൾ വീഴുന്ന കാണാത്ത. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചോണം. ഇങ്ങനെ ആരെങ്കിലും ഉറങ്ങിയാൽ അപ്പം മനസ്സിലാവും അവർക്ക് കൃപയില്ലെന്ന് മറ്റുള്ളവർ മനസ്സിലാവും. അതുകൊണ്ട് ഉറങ്ങാതിരിക്കണം. ഇനി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജന്മമെടുക്കുന്ന സമയത്ത് മാലാഖമാർ ആട്ടിടയന്മാരോട് വന്നൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സുവിശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മാലാഖ പറഞ്ഞു. എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷം? ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സദ്വാർത്ത സുവിശേഷം ഞാൻ നിങ്ങളെ. എന്താണ് സുവിശേഷം? ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു അഥവാ വചനം മാംസമായി ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിച്ചിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ സുവിശേഷം. ജനിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടി ജീവിച്ചു. ജീവിക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടി പീഡ സഹിച്ചു. പീഡ സഹിക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടി മരിച്ചു. നമുക്ക് വേണ്ടി മരണം, നമ്മൾ മരണത്തിന് അതീതരാണെന്ന്
നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി, മരണത്തിനപ്പുറത്തും നിനക്ക് ഒരു ജീവിതമുണ്ട് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി മരണത്തെ വിട്ട് ഉയർത്തെഴുന്നേറ്റ് നിന്ന് കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരണത്തെ നിങ്ങൾ പേടിക്കണം. മരണത്തിനപ്പുറത്തും എന്തുണ്ട്? ഒരു ജീവിതമുണ്ട്. മരിക്കാൻ താല്പര്യമുള്ള കൈപിടിക്കും. കണ്ടോ? അപ്പൊ നിങ്ങൾ വിശ്വാസികളാണോ? നമ്മുടെ വിശ്വാസ പ്രമാണത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? വരാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതത്തിനായി നിങ്ങൾ നോക്കി പാർക്കുന്നവരാണെന്ന് എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം പറയുകയും ചെയ്ത് മരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തെ എല്ലാവരും കൈ ഇങ്ങനെ കിട്ടിയില്ല. അപ്പോ നമ്മുടെയൊക്കെ ആളുകളുടെ ഉള്ളിൽ, പ്രിയമുള്ളവരെ, ഞാനതാ പറഞ്ഞത്, പല ആളുകളുടെ ഉള്ളിൽ എന്താണ്, കാര്യമായിട്ട് ഇങ്ങനെ ഒന്നുമില്ല, എല്ലാം കേട്ടതും പറഞ്ഞതുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം നമുക്ക്. പ്രിയമുള്ളവരെ, മരിച്ച് കഴിഞ്ഞാൽ പോലും എനിക്ക് അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ മരിക്കാൻ പേടിയുണ്ടാവുമോ? അടുത്ത കാലത്ത് ഞാൻ ഒരു ധ്യാന പ്രസംഗം ആരംഭിച്ചു. ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഇതുപോലെ തന്നെ മരണത്തിൻ്റെ കാര്യം പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ അമ്മച്ചിക്ക് നെഞ്ചിന് വേദനയാണ്, ആശുപത്രി ഞാൻ അവിടെ കൊണ്ടുപോകണം. അവിടെ ചെന്നപ്പോൾ പ്രിയമുള്ളവർ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോൾ സിവിയർ അറ്റാക്കായിരുന്നു. അമ്മച്ചിക്ക് അറ്റാക്കോ? ഞാൻ അതിന് ധ്യാനം കഴിഞ്ഞാൽ അമ്മച്ചിയെ ഫോണിൽ വിളിച്ചു. ഞാൻ ചോദിച്ചു, അമ്മച്ചിക്ക് പെട്ടെന്ന് എന്നാ പറ്റി? പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതാണ്. എന്താ പള്ളിയിലൊക്കെ എല്ലാവരും അന്നേരം പറഞ്ഞു. എന്നാലും തിരുമേനി ഇങ്ങനെ മുഖത്ത് നോക്കി കട്ടിയായി ശവപ്പെട്ടിയുടെ കാര്യം, മരണത്തിൻ്റെ കാര്യം പറയാമോ? പേടിച്ചു പോയി. നമ്മുടെ ആളുകൾ മരണത്തെ പേടിയാണ്, രോഗത്തെ പേടിയാണ്, പ്രളയത്തെ പേടിയാണ്, സാമ്പത്തിക പ്രതിസന്ധിയെ പേടിയാണ്, എല്ലാത്തിനെയും നമുക്ക് പേടിയാണ്. സത്യത്തിൽ മക്കളെ വിശ്വാസമുണ്ടോ? അതുമില്ല. കാരണം എന്താ? ഈ സ്വത്തെല്ലാം എഴുതി മക്കൾക്ക് കൊടുത്താൽ പിന്നെ മക്കൾ നമ്മളെ നോക്കിയാൽ 100% ഉറപ്പല്ലേ? അപ്പോ സത്യത്തിൽ ഇന്ന് മനുഷ്യരിൽ നല്ല ശതമാനം പേരും വല്ലാത്തൊരു ഭയത്തിന്റെ അടിമയാണ്. അല്ലെന്ന് നമ്മൾ പറയുന്നെങ്കിലും സത്യത്തിൽ അടിമയാണ്. ഈ ഭയത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകണമെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് കയറണം. അതാണ് യേശു ക്രിസ്തു. അതാണ് യേശു ക്രിസ്തു. ഈ യേശു വചനമാണ്. നമുക്കറിയാം, യേശു 2000 വർഷം മുമ്പ് മനുഷ്യാവതാരം ചെയ്ത ഒരു സ്ത്രീയിൽ നിന്ന് ഇതാ മാംസം ധരിച്ച് മനുഷ്യനായി നടന്ന് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. ഇനി യേശുവിനെ എങ്ങനെയാണ് നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്നത്? ഇനി യേശുവിനെ എങ്ങനെയാണ് അനുഭവിക്കാൻ പറ്റുന്നത്? ഇനി യേശുവിനെ എങ്ങനെയാണ് സ്വന്തമാക്കാൻ പറ്റുന്നത്? ഇതാണ് സുവിശേഷ പ്രഘോഷണത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത യേശുവിൻ്റെ മണവാട്ടിയായ സഭ. അതുകൊണ്ടാണ് കൊരിന്ത്യൻ ലേഖനത്തിൽ പറയുന്നത് 12-ാം അധ്യായത്തിൽ 12 മുതൽ വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ ശരീരമാണ്. സഭ എന്ന് പറയുന്ന യേശുവിൻ്റെ ശരീരമാണ്. യേശു ക്രിസ്തു മണവാട്ടിയായ സഭയെ സ്വന്തമാക്കാൻ വേണ്ടി കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് പാട്ടുകാരൻ നിന്ന് പാടുന്ന പാട്ടുണ്ട്. കല്യാണ സമയത്ത് ശ്രദ്ധിക്കാൻ ഒട്ടും നേരം കാണില്ല. കാരണം എന്താണ്? മൂടുപടം താഴെ പോവോ, കയ്യിലിരിക്കുന്ന ബൊക്ക എപ്പോഴാണ് കൊടുക്കേണ്ടത്, തലയിലെ തുണി എപ്പോഴാണ് താത്തിടേണ്ടത്, പൊക്കിയിടേണ്ടത്, എപ്പോഴാണ് കുരിശ് വരയ്ക്കേണ്ടത്, ആദ്യമായിട്ടല്ല ത്രോണോസിന് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അതുവരെ നാടകശാല നിന്നിരുന്ന പെണ്ണ് ആദ്യമായിട്ട് ത്രോണോസിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കൃത്യസമയത്ത് കുരിശ് വരയ്ക്കണം. അതുകൊണ്ട് തലേ ദിവസം തന്നെ കുരിശ് വരയ്ക്കേണ്ടത് എപ്പോഴാണെന്നൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിൽക്കുക. ആ സമയത്ത് ഈ പാട്ട് കേൾക്കാൻ നേരമുണ്ട്. പ്രിയമുള്ളവരെ, പാടുന്ന പാട്ടുകളിൽ പലതും ഏതാണ്? മണവാളനായ യേശു ക്രിസ്തു മണവാട്ടിയായ സഭയെ സ്വന്തമാക്കാൻ വേണ്ടി എടുത്ത ത്യാഗങ്ങളുടെ കഥയാണ് അതിനകത്ത് മുഴുവൻ പാടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വീട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പുസ്തകം ഉണ്ടെങ്കിൽ ആ കല്യാണത്തിൻ്റെ പാട്ട് ഇന്ന് പാടണം. അവിടെ നിന്ന് പാടണം. ഓരോ പാട്ടും പാടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പ്രിയമുള്ളവരെ, മണവാളനായ യേശു ക്രിസ്തു മണവാട്ടിയായ തന്റെ സഭയെ നേടാൻ വേണ്ടി എന്താ ചെയ്തത്? വിജാതീയ പുത്രിയിൽ നിന്ന് തൻ്റെ മണവാട്ടിയെ സ്വന്തമാക്കാൻ വേണ്ടി യേശു ക്രിസ്തു തൻ്റെ മാംസരക്തങ്ങൾ
മോതിരമായി അവൾക്ക് നൽകി. അപ്പൊ എങ്ങനെ യേശു നമ്മളെ സഭയെ സ്വന്തമാക്കിയത്? തൻ്റെ ജീവനും ജീവിതവും കൊടുത്താണ് യേശു ക്രിസ്തു സഭയെ സ്വന്തമാക്കിയത്. സഭ എന്ന് പറഞ്ഞാൽ ആരാ? ഞാനും നിങ്ങളും, വിശ്വാസികളുടെ സമൂഹം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങളെ സ്വന്തമാക്കാൻ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നവനെയല്ലേ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നല്ലേ? സ്നേഹിക്കുന്ന ഒരാളെ സ്വന്തമാക്കാൻ വേണ്ടി മനുഷ്യർ പോലും ഇന്ന് എന്തുമാത്രം വലിയ ത്യാഗം ചെയ്യുമെന്നറിയും. ദൈവം മാത്രമല്ല, പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ദൈവം മനുഷ്യനെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സ്വന്തം ശരീര രക്തങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെച്ച് നൽകിയിട്ട് പറഞ്ഞു, എൻ്റെ ശരീരമാണ്, നിങ്ങൾ കഴിക്കണം, എൻ്റെ രക്തമാണ്, നിങ്ങൾ കുടിക്കണം. എന്തിനാണെന്നറിയോ? നിങ്ങൾ എൻ്റെ സ്വന്തമാകാൻ വേണം. അതിന് പറയുന്ന പേരാണിത് വിശുദ്ധ കുർബാന. അതിനുള്ള ഇടത്തിന് പറയുന്ന പേരാണ് വിശുദ്ധ ബലിപീഠം. ആ ബലിപീഠത്തിന് മുമ്പിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ. ഇതാണ് ദൈവം നമ്മോട് കാണിച്ച സ്നേഹം. ഈ സ്നേഹത്തിന് സുവിശേഷം സ്വീകരിച്ച വ്യക്തി സ്നേഹത്തിന് പ്രതിസ്നേഹം കാണിക്കും. അതാണ് വിശ്വാസി എന്ന് പറയുന്നത്. യേശു ക്രിസ്തു നമ്മോട് കാണിച്ച, ദൈവപിതാവ് പുത്രനായ യേശു വഴി നമ്മോട് കാണിച്ച സ്നേഹത്തിന് പ്രതിസ്നേഹം കാണിക്കുന്ന മനുഷ്യന് പറയുന്ന പേരാണ് വിശ്വാസി. ഞാന് അച്ഛനായ ശേഷം, പ്രിയമുള്ളവരെ, സുവിശേഷ ശുശ്രൂഷയിലൂടെ എനിക്ക് കിട്ടുന്ന പൈസയെല്ലാം ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കൊടുത്തു. അങ്ങനെ ഇപ്പോഴും ചെയ്തുകൊണ്ട് കുറച്ചല്ല. ഇപ്പോൾ നമ്മൾ ധ്യാന ശുശ്രൂഷയ്ക്കും മറ്റു ആവശ്യങ്ങൾക്കും മൈക്ക് പഠിക്കാനും സാധനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അതിനുശേഷം പ്രിയമുള്ളവർ, നല്ലൊരു ശതമാനം പണവും ഓരോ കാലഘട്ടങ്ങളിലും ഈ ചാരിറ്റിക്ക് വേണ്ടിയാണ്. അങ്ങനെ തൂത്തുക്കുടി ധ്യാന കേന്ദ്രത്തിൽ ഷെയറിംഗ് മിനിസ്ട്രി, അതുപോലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് മിനിസ്ട്രി, അതുപോലെ ഇടുക്കി പ്രദേശം മേഴ്സി ഹാൻഡ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ചെറിയ ഇങ്ങനത്തെ ഒരു ചാരിറ്റബിൾ സംഘടന. അപ്പോൾ അതിനകത്ത് കിട്ടുന്ന ചെറിയ തുകകൾ നമ്മളിങ്ങനെ വീടിന് ഷീറ്റ് മാറാൻ, മരുന്ന് മേടിക്കാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് കുറച്ച് ആളുകൾ എന്നോട് പറഞ്ഞത്, നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കാണ് ഏറ്റവും സാമ്പത്തികമായ പ്രയാസം. നേഴ്സിങ്ങിനൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്, അവർക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നേഴ്സായി കഴിയുമ്പം അവർക്ക് പൈസയാവും. പിന്നെ UK പോയി കഴിയുമ്പോൾ അവർക്ക് കാശായിപ്പോകും. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകളൊക്കെ എന്നും നിലനിൽക്കാൻ വേണ്ടി അച്ഛനൊരു കാര്യം ചെയ്യണം. ഇതൊക്കെ നാളെ വലിയ പ്രസ്ഥാനമായി തീരണ്ടേ? അതിന് നമ്മൾ ഈ യുവതിയുവാക്കന്മാർക്ക് നമ്മൾ സഹായം കൊടുക്കും, വിദ്യാർത്ഥികൾക്ക് സഹായം കൊടുക്കണം. ഞാൻ ചിന്തിച്ചു, നല്ലൊരാശയമാണ്. എനിക്ക് കൈമാറി കിട്ടുന്ന നല്ല ആശയം ആയതുകൊണ്ട് ഞാൻ ആശയം സ്വീകരിച്ചു കുറച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്. അതുകൊണ്ട് ഞാൻ അനൗൺസ് ചെയ്തു, വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ, നേഴ്സിങ് അങ്ങനെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന പൈസയ്ക്കകത്തുനിന്ന് ഒരു ഭാഗം പൈസ ലോണായിട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ആ പൈസ മേടിച്ചുകൊണ്ട് പോയി ഫീസൊക്കെ അടച്ച് പഠിച്ച് വലിയ ആളായി കഴിയുമ്പോൾ, നേഴ്സൊക്കെ ആയി UK പോയി കഴിയുമ്പോൾ, നിങ്ങളത് പള്ളിയിലേക്ക് തിരിച്ചടച്ചാൽ മതി. പലിശയൊന്നും വേണ്ട, തിരിച്ചടച്ചാൽ മതി. അപ്പോൾ ഞാനിതെന്ത് ചെയ്തു? ഞാൻ ഈ പള്ളിക്കാരനായാലും കണക്കൊക്കെ പറഞ്ഞു. ഞാൻ ഇതുപോലെ തന്നെ ഓരോരുത്തരെ വിളിച്ചിട്ട് അവർക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ദേവാലയത്തിൽ നിന്ന് ഒരു സഹായം അങ്ങോട്ട് തരിക. നിങ്ങളോടുള്ള പ്രത്യേക സ്നേഹമുണ്ട്, പുതുതലമുറ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി തരിക. നിങ്ങൾ പഠിച്ച് വളർന്ന് നിങ്ങളൊരു നിലയിലായി കഴിയുമ്പോൾ നിങ്ങളെന്ത് കാണിക്കണം? പ്രതിസ്നേഹം കാണിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കാലത്ത് അന്ന് ഏതെങ്കിലും കുട്ടി ഇതുപോലെ വിഷമിക്കുന്നുണ്ടാവും, അവർക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ പണം എന്ത് ചെയ്യണം? തിരിച്ച് പള്ളിയിൽ. പ്രിയമുള്ളവരെ, ഇന്നേ വരെ ലോൺ അടച്ച ഒരു പൈസ പോലും തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല,
അങ്ങനെ കൊടുത്ത ഒരൊറ്റ ആള് പോലും ഇന്നേ വരെ തൂത്തുക്കുടിയുടെ പരിസരത്തൂടെ പോലും വന്നിട്ടില്ല. യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നിട്ട് നമുക്ക് വേണ്ടി സ്വന്തം ശരീര രക്തങ്ങൾ അങ്ങോട്ട് നൽകി. എന്നിട്ട് സഭയോട് പറഞ്ഞു, നീ ഒരു മണവാട്ടിയാണ്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ എന്നെ നോക്കി ഞാൻ വരുന്നത് വരെ കാത്തിരിക്കണം. ഞാൻ വരും, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വരും. വരുന്നത് വരെ നീ എന്നെ നോക്കി കാത്തിരിക്കണം. അതുകൊണ്ടാണെങ്കിൽ ഒരു പാട്ട് പാടുന്നു, വിശ്വസ്തേ സഭയെ ഭയമെന്തിനുള്ളിൽ ക്ലേശം വേണ്ട, അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കേട്ടിട്ടില്ലേ പാട്ട്? അപ്പോ പാരും വാരും അഴിഞ്ഞു പോയാലും നിന്നെ ഞാൻ കൈവെടിയുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. ഇത് ആരോട് പറഞ്ഞതാ? യേശു ക്രിസ്തു സഭയോട്. ഇനി ആ സഭയെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഏറ്റവും കൂടുതൽ സഭാവിശ്വാസികൾ ഭാരപ്പെടുന്ന ആരെക്കുറിച്ചാണ്? സഭയെക്കുറിച്ച്. സഭ ആരുടെ മണവാട്ടിയാണ്? യേശുവിന്റെ മണവാട്ടി. യേശുവിന്റെ മണവാട്ടിയായ സഭയ്ക്ക് ഈ ഭൂമിയിൽ യേശു വരുന്നിടം വരെ ഒന്നും സംഭവിക്കും. പക്ഷേ കർത്താവിനോട് വിശ്വസ്ത പുലർത്താത്ത നമുക്കൊക്കെ ചിലപ്പം വല്ലതും പറ്റിയെന്നില്ല. അതുകൊണ്ട് യേശുവിൻ്റെ സഭയാണ് ഞാനെങ്കിൽ, യേശുവിൻ്റെ സഭയാണ് നിങ്ങളെങ്കിൽ, മണവാട്ടിനെ നോക്കി യാത്ര ചെയ്യുന്നത് പോലെ പ്രിയമുള്ളവരെ, യേശുവിനെ നോക്കി സഭ യാത്ര ചെയ്താൽ സഭയുടെ മേൽ ഭൂമിയിലെ ഒരു ശക്തിക്കും ഒരധികാരവും സ്ഥാപിക്കാൻ സാധിക്കില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഉള്ളവരെ യോഗിക്ക് കുറച്ചുപേർ വിശ്വസിക്കുന്നില്ലേ? എന്തിനാ കൈപൊക്കിച്ചെന്നറിയോ? രക്തയോട്ടം കൂടാനും ഉറക്കം വരാതിരിക്കാൻ. നമ്മൾ ഈ ധ്യാനത്തിനിടയ്ക്ക് പ്രിയമുള്ളവർ പെട്ടെന്ന് ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിനിടയ്ക്ക് ഒരു കൈയൊക്കെ പൊക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം വരും. അതുകൊണ്ടാണ് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യും, കൈ ഹാൻഡ്സ് അപ്പ് ഹാൻഡ്സ് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടാമെന്ന് പറയും. കുറച്ച് ഞാൻ ചാടിയില്ല. കണ്ടിട്ടില്ലേ സ്കൂളിലെ കുട്ടികൾക്ക്? 6ഉം 60ഉം ഒരുപോലെയാണെന്നാണ് പറയും. അതുകൊണ്ടാണ് നമ്മളിടയ്ക്ക് പ്രായമായവരാണല്ലോ കൂടുതൽ ധ്യാനത്തിനൊക്കെ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ സഭയാണ്, നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മൾ യേശു സ്വന്തം രക്തവും ജീവനും കൊടുത്ത് വീണ്ടെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കാണിക്കണം? പ്രതിസ്നേഹം കാണിക്കണം. എങ്ങനെ കാണിക്കും? യേശു ക്രിസ്തുവിനോട് പ്രതിസ്നേഹം എങ്ങനെ കാണിക്കുന്നു? അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞാൻ നിങ്ങളെ അപ്പോസ്തലന്മാരുടെ യേശു പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ തന്നെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതൊരു വാക്യം. ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്താ കൽപ്പന? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ നോക്കിക്കേ, യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്ന എത്ര ഭാര്യമാരുണ്ട്? യേശു എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? പ്രിയമുള്ളവരെ, ഇടിയും തൊഴിയെല്ലാം കൊണ്ട് രക്തം വാർന്നൊലിച്ച് അവൻ്റെ ശരീരത്തിൽ രക്തം വീണപ്പോഴും അവനെന്ത് ചെയ്തു? സഭയെ ഓർത്ത് ക്ഷമിക്കുന്നു എന്നുള്ളതാണ്. കണ്ടു? സഭയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭർത്താവിൻ്റെ നേരെ ഈ അതും ഇതൊക്കെ പറയാനിരിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യണം? കുടുംബത്തെ ഓർത്തും ദൈവത്തെ ഓർത്തും ഞാനങ്ങ് ക്ഷമിക്കും എന്ന് വെച്ചാൽ എന്തോരം ഭൂകമ്പം കേരളത്തിൽ ഒഴിവാകുമായിരുന്നു. എന്തുമാത്രം ഉരുൾപൊട്ടൽ ഒഴിവാകുമായിരുന്നു. ഉരുൾപൊട്ടലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഡൈവോഴ്സാണ്. എല്ലാം കൂടെ മല പൊട്ടി ഇങ്ങോട്ട് വരുന്ന പോലെയാണ് അങ്ങോട്ട് കെട്ടിച്ചു വിട്ട സാധനം
അതിനേക്കാൾ സ്പീഡിൽ ഇങ്ങോട്ട് പോരുന്നതിന് പറയുന്ന പേരാണ് സഭയിൽ ഉരുൾപൊട്ടലുണ്ടാകുക. എത്രയോ ഉരുൾപൊട്ടലിന്റെ കാരണം എന്താണ്? പ്രിയമുള്ളവര്, ഈ ക്രിസ്തുവിന്റെ സ്നേഹം ഇല്ലാത്തതാണ്. എത്രയോ ഭർത്താക്കന്മാർ, പ്രിയമുള്ളവരെ, ഭാര്യയെ കൊണ്ട് മടുത്തു. പക്ഷെ അവർ ഇന്നും സഹിച്ചു നിൽക്കുന്നത് കൊണ്ടാണെന്നറിയോ? യേശുവിൻ്റെ സ്നേഹം കാണിക്കാം. അപ്പോൾ ഈ സ്നേഹം നമ്മുടെ മക്കളോട് നമുക്കുണ്ടാവണം. അങ്ങനെ യേശു സ്നേഹിച്ചത് നമ്മൾ ചെയ്ത മുഴുവൻ പാപങ്ങളും സ്വന്തം ശരീരത്തിൽ ഏറ്റുകൊണ്ട് അവൻ നമ്മളെ നോക്കി പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തതിനാൽ ഇവരോട്. അങ്ങനെയെങ്കിൽ നമ്മെ വേദനിപ്പിച്ച, ദുഃഖിപ്പിച്ചിട്ടുള്ള, പീഡിപ്പിച്ചിട്ടുള്ള, ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരോടും നമുക്ക് നോക്കി, അവരുടെ മുഖത്ത് നോക്കി, യേശുക്രിസ്തു അഭിമുഖം നിന്നുകൊണ്ടാണ് ഈ ഭൂമുഖത്തിന് അഭിമുഖമായി തൂങ്ങിക്കിടന്നു. അങ്ങനെയല്ലേ ദുഃഖവെള്ളിയാഴ്ച വായിക്കുന്നത്? അവൻ ഭൂമുഖത്തിൽ ഇതാ മനുഷ്യൻ അഭിമുഖമായിട്ട് തൂങ്ങിക്കിടന്നുകൊണ്ട് എന്താ പറഞ്ഞത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തതിനാൽ ക്ഷമിക്കണം. ഇന്ന് പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ അസമാധാനങ്ങൾക്കും കാരണം, അസ്വസ്ഥതയ്ക്കും കാരണം എന്താണെന്നറിയോ? ക്ഷമിക്കാൻ പറ്റാത്ത ഒത്തിരി ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ.